ഡോക്ടർ പ്രഭാകരൻ പലേരി വാർസോയിൽ നിന്ന് ട്രെയിനിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ക്യീവിലെത്തിയ പ്രധാനമന്ത്രി മോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആലിംഗനം ചെയ്യുന്നു, ഹസ്തദാനം ചെയ്യുന്നു. യുദ്ധമല്ല, സമാധാനമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നാവർത്തിച്ചു പറയുന്നു. സഹവർത്തിത്വ ജനാധിപത്യത്തിൻ്റെ ഭാഗമായാണ് ഭാരതം ലോകത്തെ കാണുന്നതെന്ന് അടിവരയിട്ട് പറയുന്നു. മോദിയുടെ യുക്രൈൻ സന്ദർശനം ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാവും? വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്. ഈ ഇടപെടലുകൾ പ്രശ്നം എത്ര തന്നെ സങ്കീർണമായാലും ഇന്ത്യക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഭാരതത്തിന് മാത്രമേ ആ ശാന്തി സന്ദേശം മുന്നോട്ട് വെക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രത്യേക വിഷയമാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ KM പണിക്കർ മുതൽ നെഹ്റു, VK കൃഷ്ണമേനോൻ അവരുടെ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വിദേശകാര്യ നയങ്ങൾ എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഭാരതം എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ബാക്കിയുള്ള മനുഷ്യരോടുള്ള പെരുമാറ്റ രീതിയിലെ ആ മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇതുവരെ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഡിപ്ലോമസി, അതായത് നയതന്ത്രത്തിൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഡിസെപ്ഷൻ, എന്ന് വെച്ചാൽ ചതിയും വഞ്ചനയും. ഇത് വാസ്തവത്തിൽ ഇതുവരെ കാണിക്കാത്ത ഒരു രാഷ്ട്രം ഇന്ത്യ മാത്രമാണെന്നാണ് ഞാൻ പറയുക. അത് ബാക്കിയുള്ള രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയെ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാരതത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മോഡി, ലോകം മുഴുവൻ അയച്ചിട്ടുള്ള സന്ദേശമാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ത്യ, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളത്. ഇന്നലെയാണ് രാജ്നാഥ് സിംഗ് അമേരിക്കയിലെ ഇന്ത്യക്കാരുമായിട്ട് നടന്നിട്ടുള്ള സംവാദത്തിൽ, കഴിഞ്ഞ 4 ദിവസമായി അദ്ദേഹം അമേരിക്കയിലെ യാത്രയിലാണ്, പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ ഒരിക്കലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല എന്നുള്ള കാര്യം. ആ ഒരൊറ്റ കാരണം തന്നെയാണ് സെലൻസ്കിയുടെ മുഖഭാവത്തിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷ, രണ്ടുപേരുടെയും ശരീരഭാഷ, അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ്, ഇതിൽ യാതൊരു ചതിയും വഞ്ചനയും ഇല്ല, ഒരു സ്വാർത്ഥതയില്ല എന്നുള്ള കാര്യം. വാസ്തവത്തിൽ ഉക്രൈനുമായിട്ട് നമുക്ക് ഒരുപാട് സ്വാർത്ഥതയുണ്ട്. കാരണം ഒരുപാട് സംഗതികളിൽ നമ്മൾ അവരെ ആശ്രയിക്കുന്നവരാണ്, പ്രത്യേകിച്ചും നാവികസേനയ്ക്ക് വേണ്ടി. ഇതേ തരത്തിലുള്ള ശരീരഭാഷയാണ് ഞാൻ പ്രധാനമന്ത്രി മോദി പുടിനെ ആലിംഗനം ചെയ്തപ്പോഴും കണ്ടിട്ടുള്ളത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കൂടെ വരുന്ന ആത്മവിശ്വാസം കൊടുക്കുവാനുള്ള തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വളരെ വിശ്വാസവുമുണ്ട്, അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുമുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ടിന്യൂം പ്രോസസ്സിൽ കൂടെ വരുന്ന ഒരു തരം സംസ്കാരമാണ്, അത് നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഘർഷത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള വ്യക്തികൾക്ക് ഇന്ത്യയെ വിശ്വസിക്കാൻ സാധിക്കും. ഈ വിശ്വാസത്തിൽ നിന്ന് ഇനി ഉടലെടുക്കേണ്ടതാണ് ഇത്രയും തീക്ഷ്ണമായി നടക്കുന്ന ഈ പ്രശ്നം. ഉദാഹരണമായി പറയട്ടെ, 2014 മുതൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇത് യുദ്ധമായിട്ട് തുടങ്ങിയത് ഇപ്പോൾ 2021 മുതൽ എൻ്റെ അഭിപ്രായത്തിൽ സംഘർഷമായി മാറിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള വേറെ സംഗതികളും അതിൽ ഇടപെട്ടിട്ടുണ്ട്. 2 രാഷ്ട്രങ്ങളാണ്, 2 ഭാഗത്തെങ്കിലും കൂടെ അതൊരു യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല, അതിന് സംഘർഷമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നഷ്ടം ഉക്രൈന് വന്നിട്ടുണ്ട്, റഷ്യക്കും വന്നിട്ടുണ്ട്. 27%
ഉക്രൈന്റെ ഭാഗം റഷ്യയുടെ അധീനത്തിലാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ മരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ 2 രാജ്യങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ട്രാഫിക് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ വളരെ ഈ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത ഇപ്പോഴത്തെ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നിർത്തുവാൻ, വല്ലതും ചെയ്യുവാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ പോളണ്ട് വഴിയുള്ള ഉക്രൈൻ സന്ദർശനം, അതേസമയം തന്നെ പ്രതിരോധ മന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം, ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ, വിദേശകാര്യ തന്ത്രത്തിന്റെയും പ്രതിരോധ തന്ത്രത്തിന്റെയും ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ഒന്നിച്ചു ചെയ്തിട്ടുള്ളതാണ്. അതിനെ നമുക്ക് വിശ്വസിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്കും അതിനെ വിശ്വസിക്കാം. ഉദാഹരണമായിട്ടൊരു ഇതേ സമയം തന്നെ ഒരു പ്രതിരോധ ട്രീറ്റി നമ്മളുടെ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പലതും ഒരേ സമയത്ത് നടക്കുകയാണ്. ഇതൊക്കെ ഒരേ ഒരു സംഗതിയുടെ ഭാഗമാണ്. അത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ലോകത്തിലുള്ള ഓരോരുത്തരും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശവുമായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.